ഈശ്വരൻ്റെ കാരുണ്യം എല്ലാവരിലും ഒരുപോലെ തന്നെയാണ് പതിക്കുന്നത്. എന്നാൽ ആ കാരുണ്യം എല്ലാവരും ഒരുപോലെ തിരിച്ചറിയുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ ആ കാരുണ്യം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അതിനായി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നാം അറിയാതെ പോവുകയാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം അനുഭവപ്പെടാതെ പോവുകയും ചെയ്യുന്നു. നമ്മുടെ ഓരോ പ്രഭാതവും ഈശ്വരൻ്റെ കാരുണ്യമാണ്, അനുഗ്രഹമാണ്. സർവത്തിനും നിയന്താവായ ഈശ്വരൻ വിചാരിക്കാതെ നമുക്ക് ഒന്ന് ചലിക്കാൻ പോലും സാധിക്കുകയില്ല. ഈശ്വരാനുഗ്രഹം അനുഭൂതമാകേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ്. ഈശ്വരനിൽ പരിപൂർണമായ വിശ്വാസമർപ്പിച്ച് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അന്നു മുതൽ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും പറഞ്ഞതായും ചിന്തിച്ചിട്ടുള്ളതായും പ്രവർത്തിച്ചതായിട്ടുമുള്ള കാര്യങ്ങളും ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാനിരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ള ഈശ്വരന് വേണ്ടി ചെയ്യുക. ഈശ്വരന് വേണ്ടിയും ഈശ്വരാർപ്പണമായും ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും സത്പ്രവർത്തികൾ തന്നെയായിരിക്കും.